So, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് talking about priorities and making decisions. Again, phrasal verbs നെ കുറിച്ചാണ്. Phrasal verbs on എന്തിനെ കുറിച്ച്? Priorities and decisions. എങ്ങനെ ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റും, അല്ലെങ്കിൽ എന്തിനാണ് നമ്മൾ പ്രയോറിറ്റി ചെയ്യുന്നത്, ഇത്തരം കോണ്ടെക്സ്റ്റിൽ ഇത്തരം രീതിയിലുള്ള സംഭവങ്ങൾ വരുമ്പം എങ്ങനെ നമുക്ക് ഫ്രേസൽ വെർബ് വെച്ച് അതിനെ കമ്മ്യൂണിക്കേഷൻ കുറച്ചുകൂടെ അടിപൊളിയാക്കാൻ പറ്റും. സോ എല്ലാവർക്കും ക്യാപ്ഷനിലേക്ക് സ്വാഗതം. എൻ്റെ പേര് രമ്യ. ക്യാപ്ഷൻ ഒരു റെവല്യൂഷണറി ലേൺ ടുഗെദർ ഇംഗ്ലീഷ് ഫ്ലുവൻസി പ്രോഗ്രാമാണ്. ഇത് വളരെ ഈസി, ക്വിക്ക്, ഫൺ, എഫക്റ്റീവ് ആൻഡ് അഫോർഡബിൾ പ്രോഗ്രാം കൂടിയാണ്. മാത്രമല്ല വെറും 6 മാസം കൊണ്ട് ഒരു പുതിയ നിങ്ങളെ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും. സോ നമുക്ക് ഫ്രേസൽ വെർബ്സിലേക്ക് കിടക്കാം. ഓൾറൈറ്റ്, എന്തായിരുന്നു ഫ്രേസൽ വെർബ്? ഒരു കുറച്ചൊരു ഇത് നോക്കാം. ദീസ് ആർ idiomatic phrases usually made up of verb plus adverb അല്ലെങ്കിൽ verb plus prepositions. For example, look up അല്ലെങ്കിൽ look forward അല്ലെങ്കിൽ look forward to അല്ലെങ്കിൽ look after. ഇത്തരം രീതിയിലുള്ള സംഭവം. ഇതിൻ്റെ ലിറ്ററൽ മീനിങ് അല്ല ലുക്ക് അപ്പ് എന്ന് പറഞ്ഞാൽ മേളിലേക്ക് നോക്കുക എന്നുള്ളതല്ല, കുറച്ച് റെസ്പെക്റ്റോടുകൂടി നോക്കുക. അല്ലെങ്കിൽ ലുക്ക് ഫോർവേഡ് എന്ന് പറഞ്ഞാൽ എക്സൈറ്റഡ് എന്നുള്ള സംഭവം. ഇത്തരം സംഭവങ്ങൾക്കാണ് നമ്മൾ ഫ്രേസൽ വെർബ്സ് എന്ന് പറയുന്നത്. ഓൾറൈറ്റ്, സോ നമുക്ക് ആദ്യത്തെ ഫ്രേസൽ വെർബ് എന്താണ്? ദ ബോട്ടം ലൈൻ. ദ ബോട്ടം ലൈൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അടിയിലത്തെ ലൈൻ അതാണോ? മെയിനായിട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് ഫൈനലായിട്ട് നമുക്ക് പറയാനുള്ളത്, അവസാനത്തെ ഒരു കൺക്ലൂഷൻ ലൈൻ എന്താണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്, അതിനാണ് നമ്മൾ ബോട്ടം ലൈൻ എന്ന് പറയുന്നത്. The bottom line is that a great majority of our kids are not building social skills because they are addicted to technology. അതാണ് അവരുടെ ഫൈനൽ കൺക്ലൂഷൻ. അതാണ് അവർ അതിനകത്ത് നിന്ന് ഡ്രോ ചെയ്ത സംഭവം. അതായത് ബോട്ടം ലൈൻ, അതായത് ഫൈനൽ സംഭവം നമുക്ക് എന്താണ് പറയാനുള്ളത്, അതെന്താണ് നമ്മൾ എടുത്തത് ഈ ഒരു ടോക്കിൽ നിന്നോ അല്ലെങ്കിൽ സ്പീച്ചിൽ നിന്നോ. ഓൾറൈറ്റ്, on the back burner എന്ന് പറഞ്ഞാൽ എന്താണ്? With news of a more aggressive strain running rampant, my travel plans have once again been put on the back burner. Back burner എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതിനെ സെക്കൻഡറി ഓപ്ഷൻ ആക്കി വെച്ചു. അതായത് ഇപ്പം തൽക്കാലത്തേക്ക് നമ്മളുടെ ഇപ്പോഴത്തെ പ്രയോറിറ്റി ലിസ്റ്റിൽ ഇല്ല. അതായത് ഇത്രയും പ്രശ്നങ്ങളൊക്കെ നടക്കുമ്പോൾ നമ്മളുടെ ട്രാവൽ പ്ലാൻസ് നമുക്ക് മാറ്റി വയ്ക്കാൻ തൽക്കാലം. ആ ഒരു സംഭവത്തിനാണ് ഓൺ ദ ബാക്ക് ബേർണർ എന്ന് പറയുന്നത്. അതായത് ലെസ് പ്രയോറിറ്റി കൊടുക്കുക. ഓൾറൈറ്റ്, ക്രോസ് ദ ബ്രിഡ്ജ് വെൻ യു കം ടു ഇറ്റ്. Cross the bridge when you come to it. പാലം വരുമ്പോൾ നമുക്കപ്പോൾ നോക്കാം. അതാണ് എൻ്റെ ഒരു സംഭവം. You can't make me talk to you. No, but the police can. I'll cross that bridge when I come to it. ആക്ച്വലി പറയുന്നത് വെച്ചാൽ നിങ്ങൾക്ക് എന്നോട് സംസാരിക്കാൻ പറ്റില്ല, പോലീസിനോട് വേണമെങ്കിൽ സംസാരിക്കാം, അത് വരുമ്പോൾ ഞാൻ നോക്കിക്കോളാം. നമ്മുടെ ആ ഒരു സംഭവമില്ലേ, അതാണ് ഈ സാധനം. ക്രോസ് ദ ബ്രിഡ്ജ് വെൻ യു കം ടു ഇറ്റ്. ആ പാലം ഞാൻ അപ്പോൾ വരുമ്പോൾ ഞാൻ കിടന്നോളാം എന്നുള്ള ആ ഒരു സംഭവമാണ് അതിൻ്റെ അർത്ഥം. അതായത് വരുമ്പോൾ നമുക്ക് നോക്കാം, ഇപ്പം നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട ആവശ്യമില്ല. അതാണ് ഇതും അഗെയിൻ ലൈക്ക് പ്രയോറിറ്റി എന്താ ചെയ്യുന്ന കാറ്റഗറൈസ് ചെയ്യുന്ന സംഭവത്തിലാണ്. അത് വരുമ്പോൾ ഞാൻ നോക്കിക്കോളാം. ഓക്കെ, ഇപ്പം അതിനെക്കുറിച്ച് ഞാൻ ചിന്തിച്ചൊന്നും ആക്കുന്നില്ല. ഗ്രേറ്റ്. ഇൻ ടു മൈൻഡ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? അത് വേണോ ഇത് വേണം, ഇത് വേണോ അത് വേണം, അത്തരം രീതിയിലുള്ള കൺഫ്യൂഷൻ. ഐ എം ഇൻ ടു മൈൻഡ്സ് അബൌട്ട് ഡിസേർട്ട്. ഐ റിയലി ലവ് കേക്ക് ബട്ട് ഐ എം സപ്പോസ്ഡ് ടു ബി ഓൺ എ ഡയറ്റ്. ഡയറ്റും ആണ്, കേക്കും വേണം, എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. അതാണ് ഇൻ ടു മൈൻഡ്സ്. ഓൾറൈറ്റ്, കട്ട് ടു ദ ചേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വളഞ്ഞു ചുറ്റി പോവാണ്ട് നേരെ കാര്യത്തിലേക്ക് വാ, അല്ലെങ്കിൽ നേരെ സംഭവം പറ, ഒന്നല്ലെങ്കിൽ ഇത് പറ, ഡിസിഷൻ പറ, അത് നമ്മൾ പറയില്ല, അതാണ് സംഭവം. I'll cut to the chase. I'm just not that into you. ഞാൻ ഉള്ള കാര്യം ഞാൻ പറയാം, എനിക്ക് നിങ്ങൾ അത്ര വലിയ തോന്നണ്ട, മനസ്സിലായില്ലേ? അതാണ് സംഭവം. അതായത് ഉള്ള കാര്യം ഞാൻ ഉള്ളതുപോലെ പറയാം. അതായത് ചുറ്റി വളച്ച് പറയാണ്ട് ഉള്ളത് അങ്ങോട്ട് നേരത്തെ പറയാം. ഓൾറൈറ്റ്, സോ ഇത്തരം രീതിയിൽ പറഞ്ഞപ്പോഴാണ് എനിക്ക് വേറൊരു കാര്യം ഓർമ്മ വന്നത്. 30 days ഫ്രീ ട്രയൽ ക്യാപ്ഷൻ്റെ വക ഒരു അടിപൊളി ഫീച്ചേഴ്സുമായിട്ടാണ് വന്നിരിക്കുന്നത്. ലൈക്ക് സ്പീക്കിംഗ് ഓപ്പർച്യൂണിറ്റീസ്, ലേൺ ആൻഡ് പ്രാക്ടീസ് എസ് എ ഗ്രൂപ്പ്. അതായത് ചേർന്നിരുന്ന് പഠിക്കാം, പ്രാക്ടീസ് ചെയ്യാം, നിങ്ങൾക്ക് നിങ്ങളുടെ ഐഡിയാസ്, നിങ്ങളുടെ നോളജ് ഇതൊക്കെ ഷെയർ ചെയ്യാൻ പറ്റിയൊരു പ്ലാറ്റ്ഫോമാണ്. കൂടാതെ തന്നെ ഒരു മന്ത്ലി ഫ്ലുവൻസി ട്രാക്കർ ഉണ്ടാവും. നിങ്ങൾ ഒരു മാസം എത്രത്തോളം പുരോഗമിച്ചു, എവിടെയൊക്കെ നിങ്ങൾ ലാഗ് ചെയ്യുന്നുണ്ട്, എന്തൊക്കെയാണ് നിങ്ങളുടെ പ്രശ്നങ്ങൾ, ഇത് നിങ്ങൾക്ക് തന്നെ ട്രാക്ക് ഡൗൺ ചെയ്യാൻ പറ്റും. അതെല്ലാം കൂടാണ്ട് ഓരോ കാൻഡിഡേറ്റ്സിനും ഒരു പേഴ്സണൽ കോച്ച് ഉണ്ടാവും, നിങ്ങളുടെ ഇഷ്യൂസ്, പ്രോബ്ലംസിനൊക്കെ സോർട്ട് ഔട്ട് ചെയ്ത് ഒരു കസ്റ്റമൈസ്ഡ് ഫീഡ്ബാക്ക് തരാൻ വേണ്ടിയിട്ട്. ആൻഡ് കോൺസെപ്റ്റ്സിനുള്ളത് ചെറിയ ചെറിയ വീഡിയോസിലാക്കി പഠിത്തം കുറച്ച് എളുപ്പമാക്കാൻ ഡെയിലി മൈക്രോ ലെസൺസ്, പിന്നെ ലൈവ് ക്ലാസ്സസ്, ഇൻസ്ട്രക്ടറായിട്ട് നിങ്ങൾക്ക് ഡയറക്റ്റ് ഇൻട്രാക്ട് ചെയ്യാം. ഓൺ ദ സ്പോട്ട് നിങ്ങൾക്ക് ഡൗട്ടും ക്ലിയർ ചെയ്യാം. സോ അടിപൊളി സംഭവമാണ്, എന്തായാലും ട്രൈ ചെയ്യാം. ബാക്ക് ടു അവർ സെഷൻ. പ്ലേഡ് ബൈ ദ ഇയർ. പ്ലേഡ് ബൈ ദ ഇയർ എന്ന് പറഞ്ഞാൽ എന്താണ്? എന്തായിരിക്കും അതിൻ്റെ അർത്ഥം? ഗസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? Where will we stay in Himachal? Oh, I'm not sure yet. We'll have to play it by ear. അതായത് വരുന്നിടത്ത് വെച്ച് കാണാം, അങ്ങനെയുള്ള നമ്മുടെ ആ ഒരു ഇതില്ലേ, അപ്പം എന്താ അവിടെ എത്തിയോ, എന്നാൽ നമുക്കിങ്ങനെ പോകാം. ഓക്കെ, അതായത് ഒന്നും പ്രീ പ്ലാൻഡ് അല്ലാണ്ട് ഭയങ്കര ഇംപ്രോംപ്റ്റു ആയിട്ട് നമ്മൾ എന്തെങ്കിലുമൊക്കെ പ്ലാൻ ചെയ്യില്ലേ, അതാണ് മെയിനായിട്ട് സംഭവം. അത് എന്താ പറയുക, പെട്ടെന്ന് ആ ഒരു സമയത്ത് നമ്മൾ എന്നാൽ ഇങ്ങനെ ചെയ്യുമെങ്കിൽ ഇങ്ങനെ ചെയ്യാം, ഇന്ന ഡിസിഷനെങ്കിൽ ഇന്ന ഡിസിഷൻ, അല്ലാണ്ട് ഭയങ്കര നമ്മൾ ഇവിടെ പോയി കഴിഞ്ഞാൽ ഇന്ന സ്ഥലത്ത് പോകണം, ഈ ഒരു പർട്ടിക്കുലർ സമയം കഴിഞ്ഞാൽ ഇന്ന സ്ഥലത്ത്, അത്തരം ഒരു പ്ലാൻഡ് അല്ലാണ്ട്
അപ്പോൾ എന്താണോ മനസ്സിൽ തോന്നുന്നത് അപ്പോഴത്തെ ആ ഒരു ഡിസിഷൻ നമ്മൾ അങ്ങനെ എടുക്കില്ലേ, അതിനെയാണ് പ്ലേഡ് ബൈ ദി ഇയർ എന്ന് പറയുന്നത്. ആ ആളെ കണ്ടത് ഓക്കെ അങ്ങനെയെങ്കിൽ അങ്ങനെ എന്നുള്ള രീതിയിൽ അതാണ് ആ ഒരു ആറ്റിറ്റ്യൂഡ്. ഓൾറൈറ്റ്. സിറ്റ് ഓൺ ദ ഫെൻസ്. സിറ്റ് ഓൺ ദ ഫെൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? വിച്ച് ഡു യു പ്രിഫർ? ഇറ്റ്സ് ആക്ച്വലി ക്യാറ്റ് ഓൺ ദ വാൾ പോലത്തെ സംഭവമാണ്. ചോക്ലേറ്റ് കേക്ക് ഓർ ടിറാമിസു? യു കാൻ സിറ്റ് ഓൺ ദ ഫെൻസ് ആൻഡ് സേ യു ലൈക്ക് ബോത്ത് ഓഫ് ദം ഈക്വലി. അതായത് രണ്ടും ഇഷ്ടമാണ്, അപ്പം ഏതാ വേണ്ടതെന്ന് നമുക്കറിയില്ല. അതാണ് സിറ്റ് ഓൺ ദ ഫെൻസ്. ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റില്ല. മാക്സിമം നമ്മൾ ഡിലേ ചെയ്യാനാണ് നോക്കുന്നത്. ആ രണ്ട് ഇത് വേണോ അത് വേണോ അങ്ങനെ ഡിലേ ചെയ്യുന്ന ആ ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ അത്തരം ഒരു ഡിസിഷൻ മേക്കിങ്ങിനാണ് നമ്മൾ സിറ്റ് ഓൺ ദ ഫെൻസ് എന്ന് പറയുക. ഇതിപ്പം നമ്മൾ ചെറിയ സംഭവം എടുത്തേക്കും, ഇതുപോലെ വലിയ വലിയ കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ ഡിസിഷൻ എടുക്കുമ്പം നമ്മൾ മാക്സിമം ടൈം ഡിലേ ചെയ്യാൻ നോക്കും. ടൈം ഡിലേ ചെയ്യുന്ന ആൾക്കാരുണ്ട്. പെട്ടെന്ന് ഡിസിഷൻ എടുക്കാം. ഡിസിഷൻ മേക്കിംഗ് ഭയങ്കര എന്താ പറയുക ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. മിക്ക ആൾക്കാർക്കും തെറ്റ് പറ്റുന്ന ഒരു സംഭവം കൂടിയാണത്. ഓൾറൈറ്റ്. സ്പ്ലിറ്റ് ഹെയർസ്. സ്പ്ലിറ്റ് ഹെയർസ് എന്ന് ലിറ്ററലി പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സ്ട്രെസ്ഡ് ആവുക, ഈ ഒരു കാര്യത്തിനെ ഓർത്ത് അപ്പം നമുക്കൊന്നും എടുക്കാനും പറ്റുന്നില്ല. അപ്പം അത്തരം ഒരു സംഭവത്തിനാണ് സ്പ്ലിറ്റ് ഹെയർസ് എന്ന് പറയുന്നത്. സോ ഐ ജസ്റ്റ് പേ ദ ഹോൾ ബിൽ മൈസെൽഫ്. ഐ ഹേറ്റ് സ്പ്ലിറ്റിംഗ് ഹെയർസ് അബൌട്ട് ദ ചാർജസ്. സോ ഐ ജസ്റ്റ് പേ ദ ഹോൾ ബിൽ. നമ്മൾ കൂട്ടത്തിൽ പോകുമ്പോൾ ഞാൻ ബില്ല് പേ ചെയ്തോളാം. ഇനിയിപ്പോൾ ഇത് കൂട്ടിയിരുന്ന് മണക്കണക്കിട്ട് ആര് കൊടുക്കണം, ഇത് എപ്പോൾ കൊടുക്കണം, അതൊന്നും എന്നെ കൊണ്ട് പോയാൽ ഞാൻ ബില്ലങ്ങ് പേ ചെയ്തേക്കാം. എനിക്ക് പിന്നെ ഐ ഹേറ്റ് സ്പ്ലിറ്റിംഗ് ഹെയർസ് എന്ന് പറഞ്ഞാൽ പിന്നെ അതിനെക്കുറിച്ച് സ്ട്രെസ്ഡ് ഔട്ട് ആയിട്ട് ഇത് എങ്ങനെയാണ് അങ്ങനെയാണ് ചെറിയ ചെറിയ കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ പെട്ടെന്ന് സ്ട്രെസ്ഡ് ഔട്ട് ആവില്ലേ, അതിനെയാണ് നമ്മൾ. അപ്പോൾ നമുക്ക് ഡിസിഷൻ എടുക്കാൻ പെട്ടെന്ന് ഭയങ്കര പാടായി. അതിനാണ് നമ്മൾ സ്പ്ലിറ്റ് ഹെയർസ് എന്ന് പറയുന്നത്. ഓൾറൈറ്റ്. സ്റ്റിക്ക് ടു യുവർ ഗൺസ്. സ്റ്റിക്ക് ടു യുവർ ഗൺസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു പർട്ടിക്കുലർ സാധനത്തിനെ കുറിച്ച് അഡമൻ്റ് ആവുക എന്ന് പറയില്ലേ, അതിനാണ് സ്റ്റിക്ക് ടു യുവർ ഗൺസ് എന്ന് പറഞ്ഞാൽ. എന്താണോ നമ്മളുടെ മനസ്സിലുള്ള അതിനകത്ത് തന്നെ നമ്മൾ ഉറച്ചു നിൽക്കുക. An important thing to remember when being a dog parent is to stick to your guns about what is and isn't allowed despite your dog's protests. So, ഒരു ഡോഗ് അല്ലെങ്കിൽ എന്താ പറയുക, ഡോഗിനെ നമ്മൾ വളർത്തുകയാണെങ്കിൽ മാക്സിമം ഡോഗ് ചിലപ്പോൾ മറ്റേതൊക്കെ വേണമെന്ന് പറയും, പക്ഷെ നമ്മൾ ഭയങ്കര സ്ട്രിക്റ്റ് ആയിരിക്കണം, നമ്മൾ ഭയങ്കര അട്ടമെൻ്റ് ആയിരിക്കണം. ഇത് വേണ്ടെന്ന് പറഞ്ഞാൽ വേണ്ട, ഇത് വേണമെന്ന് പറഞ്ഞാൽ വേണം. അത്തരം രീതിയിലുള്ള ഒരു കട്ട് ആൻഡ് ഷോർട്ട് ഒരു ഡിസിഷൻ മേക്കിംഗ് ഒരു സംഭവമായിരിക്കണം. അതിനാണ് സ്റ്റിക്ക് ടു യുവർ ഗൺസ് എന്ന് പറയുന്നത്. ഓൾറൈറ്റ്. The tip of the iceberg. The tip of the iceberg. നമ്മൾ ഇത്രയും കണ്ട ഫ്രേസൽ വേർബ്സ് ഒക്കെ ജസ്റ്റ് ഒരു ടിപ്പ് ഓഫ് ദി ഐസ്ബർഗ് ആണ്. ഇനിയും കിടക്കുന്ന ഒരുപാട് ഫ്രേസൽ വേർബ്സ് ഉണ്ട്. അതൊരു എക്സാമ്പിളാണ്. സോ the company gets about 2,000 complaints every year and that's just the tip of the iceberg. അതായത് നമ്മൾ കാണുന്ന ജസ്റ്റ് ഒരു ടിപ്പേ ഉള്ളൂ, ഇനിയും കുറേ കിടപ്പുണ്ടെന്ന് നമ്മൾ പറയില്ലേ അടിയിലേക്ക്, അതാണ് അതിൻ്റെ ലിറ്ററൽ മീനിങ്. സോ അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് മെയിനായിട്ട് വരുന്നത് എനിക്ക് തോന്നുന്നു പ്രയോറിറ്റിയിലും നമ്മളുടെ ഡിസിഷൻ മേക്കിംഗ് രണ്ടിലും ഈ ഒരു സംഭവം നോക്കാം. ടിപ്പ് ഓഫ് ദി ഐസ്ബർഗ് ഇതാണ്. എനിക്കിനി അറിയില്ല ഇനി എന്തൊക്കെയാണ്, അപ്പോൾ ഇതനുസരിച്ച് നമ്മൾ നമ്മുടെ ഒരു ഡിസിഷൻ എടുക്കണം, അല്ലെങ്കിൽ നമ്മൾ ഏതിന് പ്രയോറിറ്റി കൊടുക്കണം നമ്മൾ അപ്പോഴേ ആലോചിച്ച് വെക്കണം എന്നൊക്കെയുള്ള കോണ്ടെക്സ്റ്റിൽ ഇത്തരം സംഭവം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇതേപോലെ ഒരുപാട് ഫ്രേസൽ വേർബ്സ് ഉണ്ട് ഞാൻ പറഞ്ഞത്. അപ്പം അതൊക്കെ നമ്മൾ മാക്സിമം നമ്മുടെ കോൺവെർസേഷനിൽ ഉപയോഗിക്കാൻ ശ്രമിക്കാം. സോ ഈ ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കമൻറ്റ് വഴി നിങ്ങളുടെ സജഷൻസ്, ഡൗട്ട്സ് ഇതൊക്കെ നമുക്ക് അറിയാൻ പറ്റും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ക്യാപ്ഷൻ്റെ വക 30 days ഫ്രീ ട്രയൽ കിട്ടാൻ visit caption.com അല്ലെങ്കിൽ ക്യാപ്ഷൻ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. അടുത്ത വീഡിയോ കാണുന്നവരെ ടാറ്റാ.